ഹലോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്താ പറ്റി, ഞാൻ എന്തുകൊണ്ട് ഹോസ്പിറ്റലിലായി അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പം നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പം എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് രണ്ടാമത് ഈ രോഗം പിന്നെയും ബ്രെയിനിൽ വന്നു. അതാണ് സംഭവം. പിന്നെ നമുക്കിത് കീമോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ ബിലിവേഴ്സിൽ അഡ്മിറ്റായി. ഇനി ഇത് ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വളരുന്നതനുസരിച്ച് ഈ രോഗം എൻ്റെ ബോഡി കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കയറിയിട്ട് 18-20 ദിവസമുണ്ടായി. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്ചാർജ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ദീപ്തി ചേച്ചി ഇട്ട പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അതിൽ കുറേ ഞാൻ കമന്റ്സ് കണ്ടു, RCC പോത്തില്ലേ, അമൃതയെ പോത്തില്ലേ എന്ന്. എൻ്റെ ട്രീറ്റ്മെന്റ് ആദ്യം മുതലേ ഇവിടെ ചെയ്യുന്നത്. അപ്പം നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയില്ല. ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടാണ്. പിന്നെ എനിക്ക് ഇവിടുത്തെ ഡോക്ടർമാരെയൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. എത്ര കാശായാലും നമുക്ക് ചികിത്സിച്ചല്ലേ ഒക്കത്തുള്ളൂ. ഇപ്പൊ RCC പോയാലും അമൃതയിൽ പോയാലും നമുക്ക് അത്രയും കാശ് കൊടുക്കണം. ഞങ്ങൾ അമൃതയിൽ പോയി നോക്കിയായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ചെയ്യണോ. അപ്പൊ നമ്മളിവിടെ ബിലിവേഴ്സിൽ അഡ്മിറ്റ് ആയി. നമ്മൾ ബിലിവേഴ്സിൽ തന്നെ ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. പിന്നെ ദീപ്തി ചേച്ചിയോട് എനിക്ക് നന്ദി പറയാനുണ്ട്. ചേച്ചിയാണ് എന്റെ യൂട്യൂബ് ചാനൽ ഇത്രയും വളർത്തിയത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.